ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയ സ്പൈസ് വേൾഡ്. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ വെണ്ടയ്ക്ക മോരുകറി ഉണ്ടാക്കാം. ഈ മോരുകറിയിൽ നമ്മൾ ഒട്ടും തേങ്ങ അരയ്ക്കാൻ പോണില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ എളുപ്പത്തിലും പെട്ടെന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വെണ്ടയ്ക്ക മോരുകറി ഉണ്ടാക്കാൻ വളരെ കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 10-12 വെണ്ടയ്ക്ക സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷും ടെൻഡർ ആവണം. വെണ്ടയ്ക്കനെ നന്നായി കഴുകിയിട്ട് ഡ്രൈ ചെയ്തിട്ട് നമ്മളിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു 5 ചുവന്നുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ മോരുകറിക്ക് മെയിനായിട്ട് വേണ്ടത് 2 കപ്പ് തൈര് അധികം പുളിയില്ലാത്ത നന്നായി ബീറ്റ് ചെയ്ത തൈരാണ് ഇത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇനി ഒരു കടായി എടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് സോട്ടേ ചെയ്യണം. സോട്ടേ ചെയ്തതിൻ്റെ ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഞാൻ ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 2 ചുവന്നമുളകും, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് സോട്ടേ ചെയ്തു. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് സോട്ടേ ചെയ്യണം. ഫ്ലെയിമിന് ഒന്ന് ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാൻ. എല്ലാം ഒന്ന് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും, പിന്നെ 2 പിഞ്ച് കായപ്പൊടിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് ലോ ഫ്ലെയിമിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത വെണ്ടയ്ക്കയും കൂടിയും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ നന്നായി സോട്ടേ ചെയ്യണം. ഫൈനലി നമ്മൾ ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച തൈരും കൂടിയും ആഡ് ചെയ്യണം. ആഡ് ചെയ്ത ഉടനെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോവും. പിന്നെ ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മോരുകറി റെഡിയായി. നിങ്ങൾ ഈ ഓണത്തിന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണേ. സോ സീ യു സൂൺ ഇൻ അനദർ വീഡിയോ. ബൈ.